കടുകപ്പുളി നാരങ്ങ കറി. അപ്പോൾ അതിനുള്ള എന്തൊക്കെയാണെന്ന് അമ്മ പറയാൻ പോവാണ്. ആദ്യം വെളിച്ചെണ്ണ എടുക്കണം. കുറച്ച് 2 സ്പൂൺ കാണും. ചൂടാവട്ടെ. സ്റ്റവ് വെച്ചു. പിന്നെ ചൂടാവട്ടെ. ഗൈസ് അപ്പോൾ അതേ മുളക് എത്ര മുളക്? 2-3 ഇനി കടുക്. ആദ്യം ഉലുവ ഒരു ചെറിയ സ്പൂണ് ഉലുവ, അതുപോലെ കടുക്. ഇതാണ് നമ്മുടെ നാരങ്ങ, വടുകപ്പുളി നാരങ്ങ. ഉപ്പ് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി. അത് പറയാം. ഉപ്പ്, പച്ചമുളക് 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പൂണ്ട് വെളുത്തുള്ളി. പിന്നെ 3 വടുകപ്പുളി അല്ല, നാരങ്ങ, ചെറിയ 2 നാരങ്ങ, വലുതല്ല. അത് പറയണ്ട. കടുകൊക്കെ പൊട്ടി നല്ല ചൂടായി വന്നല്ലേ. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി. ഒന്നല്ല, ഇപ്പോൾ 1 സ്പൂൺ. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി. 2 ഇത് കറിയാണ്, നാരങ്ങ കറിയാണ്. ഇനി മുളക് ഇതിന് നിറച്ചാണ് ഇടുന്നത്. ഇപ്പം 1.5 സ്പൂൺ. 2 ചെറുത്. പിന്നെ ശകലം മഞ്ഞൾപ്പൊടി. പിന്നെ ഉലുവ. കായപ്പൊടി. സോറി ഗൈസ്, തെറ്റിപ്പോണ. ഒന്ന് ചൂടാക്കാം. ഗൈസ് ഇത് ചൂടാവട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കണേ. സോറി ഗൈസ്. എത്ര കപ്പ് വെള്ളം വേണം? 1 കപ്പ്. 1.5 ഗ്ലാസ്. 1.5 ഗ്ലാസ്. 2 നാരങ്ങയില്ലേ? അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം വേണേ. ഇച്ചിരി മാറി. അപ്പോൾ ഇത് ചൂടാവണ്ടേ അമ്മ? അപ്പോൾ തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. നല്ലപോലെ തിളച്ച് വന്നു ഇത്. ഇനി അമ്മമ്മ ദേ വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പിട്ടതാണ്. വടകപ്പുളി നാരങ്ങ. ഇത് ഓണത്തിനൊക്കെ വെക്കുന്ന ഒരു കറിയാണ് നാരങ്ങയൊക്കെ. ഒന്ന് കളഞ്ഞ് വെറ്റുകാരം വേണ്ട, ചെറിയ രീതിച്ചിട്ട് തന്നെ ഇടണം. കൊഴുക്കണം. അപ്പോൾ ഗായ്സ് ഇത് ഇനി
തിളച്ച് കുറുകണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ഇത് നല്ലപോലെ തിളച്ചും കുറുകിയും വന്നു. അവസാനം ശകലം കായപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം. മിക്സിട്ട് വലുത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.